ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കൂർഗിൽ നിന്നും ചിക്ക്മംഗ്ലൂരിലേക്ക് പോകാൻ പോവുകയാണ്. കേറി കാണിച്ചതാ. ഹലോ ഗൈസ്, നമ്മുടെ ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പോവുകയാണ്. ഒരു ചായ കുടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ രാത്രി സമയം. ഞാൻ തണുപ്പായത് കാരണമാണ് ഇങ്ങനത്തെ സാധനം കെട്ടത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ കൂർഗിൽ. ഇപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കൂർഗ് ടു ചിക്ക്മംഗ്ലൂരാണ് പോകുന്നത്. ഇവിടെ തുറന്നിട്ടില്ല, ഗ്രൗണ്ടിലേക്ക് പോവാം. ഗ്രൗണ്ടിൽ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ ഗൈസ്, നമ്മളെ രാവിലെ കൂർഗിലത്തെ കാഴ്ചയാണ് കാണുന്നത്. നല്ല മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ ചായൻ്റെ കടയും തുറന്നില്ല. രാവിലെ 4:30 ആയിട്ടേ ഉള്ളൂ. നമ്മളപ്പോൾ വീണ്ടും തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നു. പേടിയൊന്നും തുറക്കാത്ത കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും റൂമിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. നമുക്ക് പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. നമ്മുടെ പെട്ടിയൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഇതിനുള്ളിലേക്ക് വെക്കും. നമ്മളങ്ങനെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ ബസ്സിൻ്റെ മീറ്ററാണ് ഇപ്പോൾ കാണുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ, റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹോളൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര്
യുണൈറ്റഡ് കൈറ്റ്സ് എന്നാണ് പേര്. ഹലോ ഗൈസ്, നമുക്ക് ചായക്ക് ദോശ, പൂരി, വട, ചായ. ഹലോ ഗൈസ്, നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര നല്ല അടിപൊളി ചായയായിരുന്നു. പാല് മാത്രം വെച്ചിട്ടുള്ള ചായയാണ്. പിന്നെ കോഫി ആണെങ്കിൽ കോഫി ഉണ്ട്, പിന്നെ പൂരി ഉണ്ട്, പിന്നെ ഉഴുന്നുവട ഉണ്ട്, പിന്നെ ദോശ ഉണ്ട്, പിന്നെ വേറെ എന്തോ കേസരി എന്ന് പറഞ്ഞ സാധനമുണ്ട്, മഞ്ഞ സാധനത്തിലുള്ള സാധനമുണ്ട്. അത് ഞാൻ തിന്നില്ല. എന്തായാലും രാവിലത്തെ ചായ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ചായ എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ചായ, പാല് മാത്രം വെച്ചിട്ടുള്ള ചായയാണ്. നമ്മുടെ കേരളത്തിലത്തെ മാതിരിയല്ല, നന്ദിനി മിൽക്കാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും നല്ല. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് പോയേക്കാം. ബോസ് ബോസ് സ്വിമ്മിംഗ് പൂൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഒന്ന് പോയേക്കാം, പുറത്തുനിന്ന് കാണാമല്ലോ. ഇപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂൾ, ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കൂടി കുളിക്കാൻ ഉണ്ടാക്കിയ. ഇവിടെ റൈറ്റ് സൈഡിൽ ഡീപ്പാണ്, ലെഫ്റ്റ് സൈഡിൽ ആഴം കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് ഒന്നുകൂടി പറയാണ്, ഹോട്ടൽ യുണൈറ്റഡ് കൈറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്മംഗ്ലൂരിലേക്ക് പോവുകയാണ്. ചിക്മംഗ്ലൂരിൽ ഇന്ന് കുറേ പരിപാടി ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്, കുറേ പരിപാടി ഉണ്ട്. അതൊക്കെ ഇനി വഴിയെ കാണിച്ചു തരാം. ഈ ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് 5 സ്റ്റാർ മല തോന്നുന്നത്. ഇവിടെ എന്തൊക്കെയോ കുറേ സെക്ഷൻസ് ഉണ്ട്, അക്കൗണ്ട് സെക്ഷൻസ്, എന്തൊക്കെയോ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇത് വേറെ ബസ്സാണ്, അത് വേറെ കുട്ടികൾ വന്ന ബസ്സാണ്. നമ്മുടെ ബസ് പുറത്തുണ്ട്. ഇത് സെക്യൂരിറ്റീൻ്റെ സെക്ഷൻ. ചില ഭാഗത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയ കാരണം മനസ്സിലാവുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയത്. റിസപ്ഷൻ റൂംസ്, ബോർഡ് റൂം, സ്വിമ്മിംഗ് പൂൾ, ജിം, ദി ബ്രീസ്, ക്രാഫ്റ്റ് ആൻഡ് സ്പൈസ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സാധനം ഇംഗ്ലീഷിൽ എഴുതിയതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. പിന്നെ കന്നഡയിൽ കുറേ എഴുതിയിട്ടുണ്ട്, പക്ഷെ കന്നഡയിൽ എഴുതിയൊന്നും മനസ്സിലാവുന്നില്ല. കന്നഡയിൽ വായിക്കണമെങ്കിൽ മനസ്സിലാവില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കന്നഡയാണ് പറയുക. അതുകൊണ്ട് കന്നഡ അത്ര ഇതല്ല. പിന്നെ ഇവിടെ ഫാമിലി ഉണ്ട്, ഇവിടെ ഫാമിലി കർണാടകയിൽ യശന്തപുരി, ബാനസ്വാടി, ഹോസൂരൊക്കെ എത്തണം. അതൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഓരോരോ ഫാമിലി ഉണ്ട്, പക്ഷെ അങ്ങനെ കുറേ ദൂരമുണ്ട്. അതാണ് പ്രശ്നം. ഇനി നമുക്ക് പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇനി കാണാം. ഇതാണ് നമ്മുടെ വന്ന ബസ്. ഞാനിപ്പോഴും ഈ മറ്റേ കോട്ടിട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇവിടെ 17 ഡിഗ്രി തണുപ്പാണ്. അതുകൊണ്ടാണ് ഈ കോട്ടൊക്കെ ഇട്ടത്. കോട്ടൊന്നും വയ്ക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാണ്. പിന്നെ നമ്മുടെ ഈ ബസ്സിൻ്റെ ബാക്കിലുള്ള പേരില്ലേ, തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞിട്ടുള്ള പേര്, അത് ഞാൻ പറഞ്ഞിട്ടാണ് ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന പേരാണിത്, തോമസ് കുട്ടി വിട്ടോട. അങ്ങനെ ഈ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ
അപ്പോൾ അവരാണ് ഈ പേര് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇത് കാറ്റടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. താങ്ക്സ് ടു വണ്ടർ ഹോളിഡേയ്സ് ആൻഡ് സ്പടികം ഹോളിഡേയ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, KGPTC. KGPTCൻ്റെ ഫുൾ ഫോം കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ നിന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൂർഗ്, ചിക്മംഗ്ലൂർ, ദണ്ഡേലി, ഗോവ, അങ്ങനെ കൂർഗ് കഴിഞ്ഞ് ഇനി നമ്മൾ ചിക്മംഗ്ലൂരിലേക്ക് പോവുകയാണ്. ചിക്മംഗ്ലൂരിലേക്ക് ഇവിടുന്ന് 3/4 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. 3/4 മണിക്കൂറുണ്ടാവും. എന്നിട്ട് നമ്മളിന്ന് ചിക്മംഗ്ലൂർ നിൽക്കുന്നില്ല. ചിക്മംഗ്ലൂരിൽ നമ്മളിന്ന് രാത്രി തന്നെ ദണ്ഡേലിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ചിക്മംഗ്ലൂർ ടു ദണ്ഡേലി, അത് ദണ്ഡേലി എന്നുള്ള വ്ളോഗ് വേറെ ഇടും. ചിക്മംഗ്ലൂരത്തെ മാത്രം ഇത് മാത്രം എപ്പിസോഡ് 6 ആയിട്ടിടും. എന്നാലാണ് കുറവ് കിട്ടുള്ളൂ, സമയം കുറവായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. Okay, boss. Now let's listen to the rhythm of Chennai. Open Gangnam Style. Gangnam Style. Open Gangnam Style. Gangnam Style. Open Gangnam Style. Sexy lady. Open Gangnam Style. Sexy lady. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇൻഡസ്ട്രിയിൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കമ്പനിയാണ്. You can go inside.
ടെസ്റ്റിംഗ് ഓയിൽ സ്റ്റോറേജ് ഇത് അമ്പത്തഞ്ചാളെ പേരാ അവിടുത്തെ ഇല്ല അമ്പത്തഞ്ചാള് വേണ്ടേ ഇന്നത്തെ മെസ്സേജ് അല്ല ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് എത്ര ഉണ്ട് visitors to come and see, watch our production, our processes, how we do it, how we maintain everything. So we want transparency in our process. That's the reason we have made this viewing gallery. So all these products are on sale in our shop, where you can sample and purchase what you want. You have your tokens which you can redeem in the shop against any purchase. And that's the experience we want to give. Part of this experience center is viewing gallery and the attached cafe, where centrifugal extractor. You can see the quantity of oil that exits the bottom of the extractor. And once the extraction is done, the next stage is seasoning. You can see this drum rotating over here, which works very similar to your concrete mixer. Working principle is the same. We add everything as per recipe, and then we rotate it for some time. Mixing, coating happens, and then we take it to the packaging unit. Those two machines you see by the side of the wall, those two are our packaging machines for packing by weight. So here you can see, and you see one more conical unit. That's the weighing system. Product is dropped on top of it, and then the weighing is done. There we are packing 25 grams of product. ഹലോ ഗൈസ്, ഇപ്പോൾ കാണുന്നത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഒന്ന് ഒറ്റ മതിയേ. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഹലോ ഗൈസ്, ഞാനങ്ങനെ 2 ഇത് വാങ്ങിയിരിക്കുന്നു. ഹലോ ഗൈസ്, ഇതിപ്പോൾ കാണുന്നത് ഇപ്പോൾ കണ്ട ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു 100 റുപ്പീസിൻ്റെ കോയിൻ തരും. അപ്പോൾ ആ 100 റുപ്പീസ് കോയിൻ എന്തെങ്കിലും വാങ്ങണം. മസാല പീനട്സും വാങ്ങി, ബട്ടർ മുറുക്കും വാങ്ങി. അപ്പോൾ ഇതിന് 55 റുപ്പീസാണ്. ഇതിന് 55, ഇതിന് 65. അപ്പോൾ ഒരു 10 രൂപയും കൂടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ സാധനം വാങ്ങി. ആണ് ബില്ല്. അപ്പോൾ ഗൈസ്, ഇത് നമ്മളങ്ങനെ ചിക്ക്മംഗ്ലൂരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. നല്ല അടിപൊളി സാധനമാണെന്ന് പറയുന്നത്. ഇത് ചിക്ക്മംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ ഇതാണിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ബിൽസൊക്കെ കാണാം. എന്തായാലും GST ഉണ്ട് എന്തായാലും. മസാല പീനട്സ് 53 ഓഫറുണ്ട്. പിന്നെ ബട്ടർ മുറുക്ക് ഓഫറുണ്ട്. അപ്പോൾ അതൊരു 100 രൂപയുടെ കോയിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങണം. വാങ്ങിയില്ലെങ്കിൽ പൈസ വെറുതെ ആയി പോവും. അതുകൊണ്ട് വാങ്ങിയാണ്.
ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് ചിക്ക്മംഗ്ലൂരിൽ നിന്ന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ചിക്ക്മംഗ്ലൂർ മഴക്കാറുണ്ട്. നമുക്ക് മേലെയാണ് ഭക്ഷണം. അതും കയ്യായിരുന്നു. ഭക്ഷണം മേലെയാണ്. ഉച്ചത്തെ ഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും സർലാസാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ട്രക്കിങ്ങിനെ പോകാൻ പോവുകയാണ് ജീപ്പിൽ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ട്രക്കിങ്ങിനെ പോവുകയാണ്. എത്ര ജീപ്പുള്ളത്? അത് മധുവാണ് പ്രശ്നമല്ലേ? ഹലോ ഗൈസ്, നമ്മൾ കാർഡ് എടുക്കുകയാണ് ട്രക്കിങ്ങിന് പോകുമ്പോൾ. ഹലോ ഗൈസ്, നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുകയാണ്. പെട്രോൾ അടിച്ചിട്ട് പോവുകയാണ്. മൂപ്പര് പോകുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. Wonderful.
చేస్తాడు కురుసాకుంటే ఒకడు మురిసిపోతాడు ఎత్తు కాదు కురుస కాదు నీకు సత్యం సవితాను అందిన ద్రాక్ష తీపి మీకు మీ మగ దీపాలన్నీ ఆర్పేశాక దీపాలన్నీ ఆర్పేశాక అందరి బుద్ధి వంకర బుద్ధి అంటావా మామ అంటావా మామ అంటావా ഹലോ ഗൈസ്, നമ്മളങ്ങനെ മറ്റേ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, ഇതാണ് വെള്ളച്ചാട്ടം സെഡ് പോയിന്റ്. ഹലോ ഗൈസ്, ഇത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ. നിൽക്ക് ഇവിടെ നിൽക്ക്, ഞാൻ ഹിബനെ വിളിച്ചിട്ട്. ആൽബിനോട് ആ ലിസ്റ്റ് ഇടാൻ പറ ഇട്ടില്ല. ഹലോ ഗൈസ്, ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അധികം നേരം നിൽക്കരുതേ, ഇറങ്ങുവാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ വേറെ കണ്ടാലും
ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്ന എന്താ പാട്ട് വെച്ചിട്ടാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ പോകുന്നത് നമ്മുടെ ചിക്മംഗ്ലൂരിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ മൂടൽമഞ്ഞൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്നും കാണുന്നില്ല. ഹലോ ഗൈസ്, നമ്മളങ്ങനെ മൂടൽമഞ്ഞിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഫുള്ള് പുകയാണ് ഇവിടെ, കാണാൻ പറ്റുന്നൊന്നുമില്ല. ഹലോ ഗൈസ്, പുറത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഓഫ് റോഡിൽ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ചിക്മംഗ്ലൂരിലുള്ള മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. ഇത് കാണും ചിക്മംഗ്ലൂർ ഫുള്ളാണ് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിക്മംഗ്ലൂർ ഫുള്ള് കാണാം. അവിടെ ഒരു കുഞ്ഞ വീടൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് മലകളാണ് കാണുന്നത്. നമ്മുടെ ഈ ബാഹുബലി സിനിമയിലൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനെ മലകളൊക്കെയാണ് കാണുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടുന്ന് പോവുകയാണ്. നമ്മളെ വണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ട് നമ്മളിഞ്ഞ് താഴത്തൊക്കെ പോവുകയാണ്. നമ്മൾ മൂടൽ മഞ്ഞ് കൂടിയിരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം 6:30 ഇപ്പോൾ സമയം. വഴിയൊന്നും കാണുന്നില്ല. നമ്മൾ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ മൂടൽ മഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ സൺസെറ്റ് ഇതാ കാണുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ട്രക്കിങ് ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീണ്ടും ബസ്സിലെത്തിയിരിക്കുന്നു. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ അതിനിടയിൽ ബസ്സിൻ്റെ ഇത് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇവിടെ ഒരു ക്യാബിൻ, പിന്നെ ഡ്രൈവർ സീറ്റ്, ഇവിടെ ഒരാൾക്ക് കിടക്കാം. പിന്നെ 49 സീറ്റാണ് ഉണ്ടാവുക ബസ്സിൽ. 49 സീറ്റ്, DJ
ബാസ്, സബ് വൂഫർ, ലൈറ്റ്സ്, ടി വി ഉണ്ട്. 50 സീറ്റ്, ഒരാൾക്ക് കൂടി ഇരിക്കാം. പിന്നെ ഫാന്, ഇത് വാട്ടർ, ഇത്ര തന്നെയുള്ളൂ. ഹലോ ഗൈസ്, രാത്രിയത്തെ ഭക്ഷണം നെയ്ച്ചോറ്, ചിക്കൻ്റെ കറി, പിന്നെ ചിക്കൻ്റെ എന്തോ പൊരിച്ച സാധനമാണ്, പിന്നെ 2 റൊട്ടി ഉണ്ട്. അതാണ് രാത്രിയത്തെ ഭക്ഷണം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ചിക്കൻഗോളിൽ നിന്ന് ദന്തയിലേക്ക് പോവുകയാണ്. ഓ